ഹലോ, ഗുഡ് ഈവനിങ് ടു ആൾ. വെൽക്കം ടു മൈ ചാനൽ അശ്വതീസ് ഡ്രീം വിത്ത് നിധി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഒരടിപൊളി വീഡിയോ ആയിട്ടാണ്. നിങ്ങൾ വിചാരിക്കും ഞാൻ മാങ്ങ പിച്ചാൻ പോകുന്നതാണോ ഒരടിപൊളി വീഡിയോ എന്ന് ഉദ്ദേശിച്ചത്? അല്ല, മാങ്ങ പിച്ചാൻ പോകുന്നതല്ല. ഇന്ന് വളരെ എൻറ്റയർലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ഒരുപാട് നാളുകൊണ്ട് കഷ്ടപ്പെടുന്നൊരു കാര്യം, അതിനൊരു കറക്റ്റ് റിസൾട്ട് എനിക്കിപ്പം കിട്ടി. അത് ഞാൻ നിങ്ങളുടെ മുന്നിലോട്ടൊന്ന് ഷെയർ ചെയ്യാൻ പോവുകയാണ്. നമുക്ക് പോച്ച, അതായത് പുല്ല്, ഇപ്പോൾ ഓരോരുത്തർ ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് പറയുന്നത്. ഞാനിവിടെ പറയും പോച്ചയെന്നും പറയും, പുല്ലെന്നും പറയും. അത് എന്നെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നൊരു സാധനം തന്നെയാണ്. ഞാൻ ഒരറ്റത്തുനിന്ന് ഇൻ്റർലോക്കിൽ നിന്ന് പിഴുതു തുടങ്ങും, മററ്റത്തുനിന്ന് അത് കരുത്താർജിച്ച് പിടിച്ചുകൊണ്ട് വരും. അതിങ്ങനെ തുടർച്ചയായിട്ട് കുറച്ചധികം വർഷം കൊണ്ട് ഞാൻ അനുഭവിക്കുന്ന വലിയൊരു വെല്ലുവിളി എന്ന് വേണം പറയാൻ. പിന്നീട് ഇപ്പം 3 മാസം ഞാൻ ഹോസ്പിറ്റൽ ഇഷ്യൂസൊക്കെ ആയതുകൊണ്ട് ഞാൻ ഈ പോച്ച പുഴുവാനേ പോയില്ല. അപ്പോൾ റോട്ടേ കൂടെ പോകുന്ന ആൾക്കാരും അറിയാവുന്നവരൊക്കെ ചോദിക്കും, എന്ത് മോളിവിടെ താമസമില്ലേ, മോളെ കാണുന്നില്ലല്ലോ, എന്ത് ഈ പില്ലൊക്കെ ഇങ്ങനെ വളർന്ന് കിടക്കുന്നത്, ഇതിനെന്തൊന്നും ചെയ്യാനില്ലേ, മോക്ക് വയ്യെങ്കിൽ ആരെങ്കിലും കൊണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൂടെ എന്നൊക്കെ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കും. സ്വന്തക്കാരും റിലേറ്റീവ്സും അടുപ്പമുള്ളവരും ഫ്രണ്ട്സും അയൽവക്കത്തുള്ളവരൊക്കെ ചോദിക്കും, ആരെങ്കിലും ആക്കിയിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൂടെ എന്ന്. പക്ഷേ ഇവിടെയാണെങ്കിൽ ഇൻ്റർലോക്കിലെ പോച്ച പിച്ചാനായിട്ട് ആരും വരത്തില്ല. ഇപ്പം നമ്മുടെ പെരയിടത്തിലെ സാധാ പോച്ച പിച്ചാനാ, തെങ്ങിൻ്റെ ചോട് കളയ്ക്കാനാ, വാഴയ്ക്ക് കുഴിയെടുക്കാനാ, അങ്ങനെയൊക്കെയാണെങ്കിൽ ആളിനെ കിട്ടും. പക്ഷേ ഇൻ്റർലോക്കിലെ പോച്ച പിച്ചാൻ വരുമെന്ന് വെച്ചാൽ പറയും, അയ്യോ അത് സമയം മെനക്കെടുത്തുന്ന ജോലിയാണ്, മാത്രമല്ല അത് ചെയ്ത് കഴിഞ്ഞാൽ കയ്യിലെ നഖമൊക്കെ പോവും, വിരളുമൊക്കെ പോവും, പറ്റത്തില്ല മോളെ എന്നിങ്ങനെ പറഞ്ഞൊഴിവാവുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഞാനിങ്ങനെ കുറേ നാൾ കൊണ്ടിപ്പം കുറച്ച് ദിവസം മുന്നേ എന്തിനായാലും വിചാരിച്ചു, ഇനി ആൾക്കാർ ചോദിച്ച് നാണക്കേടായിട്ട് ഇത് പോച്ച കളഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാനിരുന്ന് പിച്ചു. ഒരറ്റത്തുനിന്ന് എൻ്റെ ഒരു പണി സാധനമുണ്ട്, സ്റ്റൂളും പിന്നെ മറ്റുള്ള ടൂൾസും ഉപയോഗിച്ച് പിച്ചി തുടങ്ങും. കത്രികയൊക്കെ കൊണ്ടുവന്നൊക്കെയാണ് പിച്ചുന്നത്. ഒരറ്റത്തുനിന്ന് പിച്ചി ഒരു പരുവത്തിനാവുമ്പോഴത്തേക്ക് ഒറ്റയടിക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. കുറേശ്ശെ പിച്ചിക്കൊണ്ടുവരും. അടുത്ത അറ്റത്തുനിന്ന് അത് പൂർവാധികം ആരോഗ്യത്തോടെ വളർന്നു വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ തളർന്നു ഞാൻ. അങ്ങനെ ഞാൻ ഈ അടുത്ത് ഈ ചെടിയിലിടാനായിട്ട് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കൊക്കെ മേടിക്കാനായിട്ട് വളം മേടിക്കുന്ന, വളവും ഈ മറ്റുള്ള ഈ ഗ്രോ ബാഗ്, ചെടിച്ചട്ടി, ചകിരിച്ചോറ് ഇങ്ങനെ എല്ലാം മേടിക്കുന്നൊരു കടയുണ്ട്. ആ കടയിൽ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, ആ ഒരു മരുന്നിൻ്റെ പേര്, ഒരു മരുന്നാണ്, അതിൻ്റെ പേര് പറഞ്ഞിട്ട് ചോദിച്ചു, അതുണ്ടാന്ന് ചോദിച്ചു. അപ്പം കടയിലെ ആ മാമന്, കടയിലെ ഓണറിനെ ഞാൻ വിളിക്കുന്ന മാമൻ എന്നാണ്. എനിക്കിത് ഫ്രീ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി ഇച്ചിരി പ്രായമുള്ളവരെയൊക്കെ ഞാൻ മാമാന്ന് വിളിക്കും. അതാണ് എനിക്കൊരു ഇത്തിരി ഫ്രീ ആയിട്ട് സംസാരിക്കുക. അപ്പം മാമാന്ന് വിളിക്കുമ്പോൾ നമുക്ക് നല്ല കംഫർട്ടായിട്ട് സംസാരിക്കാമല്ലേ എന്നാണ് എൻ്റെ ഒരു വിചാരം. അങ്ങനെ ഞാൻ വിളിക്കും, മാമ ഇന്ന സാധനം ഉണ്ടോ? ഉണ്ട് മോളെ എന്ന് പറഞ്ഞെടുത്ത് വയ്ക്കും, തരും. അങ്ങനെ നമ്മൾ വളരെ ഫ്രീക്വൻ്റ് ആയിട്ടുള്ള സംസാരിക്കുക, സ്നേഹമാണ്. അപ്പോഴത്തേക്ക് ആ കടയിലൊരു അണ്ണൻ വന്നിട്ട് ചോദിച്ച്, അണ്ണൻ മീൻസ് ഇവിടെയൊക്കെ അണ്ണൻ എന്ന് പറയുന്ന ചേട്ടൻ എന്നൊക്കെ നിങ്ങളൊക്കെ ഭാഷയിൽ പറയുമായിരിക്കും, ഞാനിവിടെ അണ്ണൻ എന്നാണ് ഉപയോഗിക്കുന്നത്. അണ്ണൻ വന്നിട്ട്, ചേട്ടനെന്ന് ഞാൻ എൻ്റെ സ്വന്തം ചേട്ടനെ, അതായത് എൻ്റെ ഹസ്ബൻഡിനെ മാത്രമേ ചേട്ടനെന്ന് വിളിക്കത്തുള്ളൂ, ബാക്കി എല്ലാവരെയും ഞാൻ അണ്ണന്മാരെന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്ക് ഒരെണ്ണം വന്നിട്ട് ചോദിച്ച്, ഇന്ന മരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് ആ മാമൻ പറഞ്ഞ്, ആ ഉണ്ടല്ലോ എന്നും പറഞ്ഞ് എടുത്ത് കൊടുത്ത്. അപ്പം ഞാൻ ചോദിച്ചു ആ മാമൻ്റെ അടുത്ത്, മാമ അതെന്തോത്തിൻ്റെ മരുന്നാണെന്ന് ചോദിച്ചപ്പം പറഞ്ഞ്, അത് ഇൻ്റർലോക്കിൻ്റെ അകത്ത് ഒഴിച്ചാൽ മതി, അതിങ്ങനെ സൊല്യൂഷൻ ആക്കിയിട്ട് ഇൻ്റർലോക്കിൽ ഒഴിച്ചു കഴിഞ്ഞാൽ പോച്ചയൊക്കെ ഇളവി അങ്ങ് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏതാണ് ആ മരുന്നെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിലേക്ക് പോകാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത്, ഈ ഒരു കണ്ടൻറ്റ് ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് 1 ലിറ്റർ അളവിന് വെള്ളം. ഇത് 1 ലിറ്ററിൻ്റെ വാട്ടർ ബോട്ടിലാണ്, അറിയാമല്ലോ. പിന്നെ ഇതിൻ്റെ അകത്ത് 20 ml ആ ഒരു മരുന്ന്, ആ കടയിലെ മാമൻ തന്ന മരുന്നാണ്. 20 ml മരുന്നും എടുത്തിട്ടുണ്ട്. ഈ വെള്ളത്തിലോട്ട് ഞാൻ ഈ മരുന്ന് ഒഴിക്കുകയാണേ. ഈ വെള്ളത്തിലോട്ട് ഈ മരുന്ന് ഒഴിച്ചിട്ടുണ്ട്. 1 ലിറ്റർ വെള്ളത്തിൽ ഞാൻ 20 ml അളവിന് മരുന്നാണ് ഒഴിച്ചിരിക്കുന്നത്. എന്നിട്ട് ഞാൻ സ്പ്രേയർ എടുത്തിട്ടില്ല. സ്പ്രേയർ എടുത്തു കഴിഞ്ഞാൽ ഇത് കെമിക്കലായതുകൊണ്ട് നമ്മൾ പിന്നെ ചെടിക്കൊക്കെ ആ സ്പ്രേയർ വെച്ച് വെള്ളം മരുന്നൊക്കെ ഒഴിക്കുമ്പോഴത്തേക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് തന്നെ ഞാനൊരു കുപ്പിയുടെ ചോട്ടിൽ ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്, കണ്ടോ, ഒരു ഹോൾ ഇട്ടിട്ടുണ്ട്. ഇത് ഞാൻ എൻ്റെ ഇൻ്റർലോക്കിലെ പോച്ചയിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഇതാണ് പോച്ച, ഇതിലൊഴിച്ചു കൊടുക്കുകയാണ്. പോച്ചയെന്നോ പില്ലെന്നോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വെച്ച് ഇതിനെ വിളിക്കുക. ഞാൻ എന്തായാലും രണ്ടും വിളിക്കുന്നുണ്ട്. ഒഴിച്ചിട്ടുണ്ടേ, ഞാൻ ഒഴിക്കുകയാണ്. ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതിയാവും. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ 2 ദിവസം കൊണ്ട് ഇത് കരിഞ്ഞ് നാശമായി പോകുമെന്നാണ് പറഞ്ഞത്. ഞാനങ്ങനെ വേറെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഒഴിച്ചതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. അതായത് കഴിഞ്ഞ ദിവസം എന്ന് വെച്ചാൽ ഇന്നലത്തേക്ക് മുന്നേ മെനഞ്ഞാന്ന് എടുത്ത് ഒഴിച്ചിട്ടുണ്ടതായിരുന്നു. ഞാനിങ്ങനെ നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഇങ്ങനെ ഒഴിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. ഇന്നലത്തേന് മുന്നത്തെ ദിവസം മിനിഞ്ഞാന്നെന്ന് പറയും, ആ ദിവസം ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. അതിൻ്റെ റിസൾട്ട് ഞാൻ കാണിച്ചു തരാം.
അത് നന്നായിട്ട് ആ പില്ല് ഉണങ്ങി കരിഞ്ഞിട്ടുണ്ട്. തൂക്കുമ്പം തന്നെ നമ്മൾ ഇളക്കി കളയണമെന്നില്ല, തൂക്കുമ്പം തന്നെ അങ്ങ് ഇളവി പോകുന്നതാണ്. കുറ്റിച്ചൂലുകൊണ്ട് തൂത്താൽ തന്നെ അതങ്ങ് നീങ്ങി ഇളവി അങ്ങ് പോവും. അപ്പം ഗൈസ് നോക്കിയേ, ഒരു ദിവസം മുന്നേ ഞാൻ ഈ മരുന്ന് ഒഴിച്ച പില്ലാണിത്. അതായത് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ശനിയാഴ്ച ഇടന്നാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വ്യാഴാഴ്ച ഇടന്ന് ഞാൻ മരുന്നൊഴിച്ചു കൊടുത്ത പില്ലാണ് ഇപ്പോൾ ഈ അവസ്ഥയിൽ നിൽക്കുന്നത്. നാളെയൊക്കെ ആകുമ്പോഴത്തേക്ക് അത് തീരെ അങ്ങ് പൊഴിഞ്ഞു പോവും. വേറെയും കാണിച്ചു തരാം. ഇത് മറ്റൊരു പില്ലാണ്. ഇതിനൊക്കെ ഞാൻ മരുന്നൊഴിച്ചപ്പോൾ വളരെ നല്ലൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നല്ലൊരു മുറ്റമാണ്. അത് മൊത്തവും ഞാൻ നടന്ന് പോച്ച പിഴുതുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരറ്റത്തുനിന്ന് പോച്ച പിഴുതുകൊണ്ട് വരും, അടുത്ത അറ്റത്തുനിന്ന് കിളിച്ചുകൊണ്ടും വരും. അതും പൂർവാധിക ആരോഗ്യത്തോടെയാണ്. നമ്മളൊരു ചെടി കൊണ്ട് നട്ട ഇത്ര ആരോഗ്യമായിട്ട് ഉണ്ടാവത്തില്ല, പക്ഷേ പോച്ച കിളിച്ച് വരുമ്പോൾ ഭയങ്കര ആരോഗ്യത്തോടെയാണ് വരുന്നത്. എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് എനിക്ക് ഇങ്ങനൊരു നല്ലൊരു സൊല്യൂഷൻ കിട്ടിയിട്ടുള്ളത്. ഞാൻ വളരെ ഹാപ്പിയാണ്. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ മരുന്നിന് അതിൻ്റെ റിസൾട്ട് പറയണം. അപ്പം ഗൈസ്, ഞാൻ ഏത് മരുന്നാണ് ചേർത്തതെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ മരുന്ന് കാപ്പിക്. KAPIQ എന്നാണ് അതിൻ്റെ പ്രൊനൗൺസ് ചെയ്യുന്നത്. കാപ്പിക്, അതാണ് നമ്മുടെ മരുന്ന്. ഇത് 250 ml ആണ് ഞാനിന്ന് മേടിച്ചത്. 250 ml ഏകദേശം 140 രൂപയോളം ആവും. ഇത് ഒട്ടുമിക്ക നഴ്സറികളിലും വളക്കടകളിലൊക്കെ കിട്ടുന്നതാണ്, ഓൺലൈനിൽ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ 20 ml 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പില്ലിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ 2 ദിവസം, ഇന്ന് നമ്മൾ സ്പ്രേ ചെയ്യണമെങ്കിൽ നാളത്തെ ഒരു ദിവസം കഴിഞ്ഞ് മറ്റന്നാളാകുമ്പോഴത്തേക്ക് ഇത് പൂർണ്ണമായിട്ടും കരിഞ്ഞിട്ടുണ്ടാവും. പിന്നെ കുറേ നാളത്തേക്ക്, ഏകദേശം അവർ പറയുന്നത് 1 വർഷത്തേക്ക് ആ അറ്റത്ത് പിന്നെ പില്ല് വരത്തില്ല എന്നാണ് പറയുന്നത്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ പറയണം. ഞാനിത് ട്രൈ ചെയ്ത് കാണിച്ചല്ലോ, എനിക്ക് വളരെ നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെയാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്തിട്ട് അതിൻ്റെ കമൻറ്റ് പറയണം. അപ്പം ഗൈസ്, എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും അത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോഴത്തേക്ക് അടുത്ത ദിവസം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് ബൈ ടു ആൾ. ഹാവ് എ നൈസ് ഡേ മൈ ഡിയേഴ്സ്.